സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സ്വിറ്റ്സർലൻഡും പാഠപുസ്തകമായി. ലോകത്തിന് പൊള്ളുന്ന പാഠം. മതതീവ്രവാദത്തിനും ഭീകരതയ്ക്കും തലച്ചോറിലെ ഇരുട്ടിനും രാജ്യാതിർത്തികളില്ല എന്നതിന് മറ്റൊരു തെളിവും. ഇത്തരം പാഠങ്ങളുടെ ഫലമാണ് അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രവേശനം നിയന്ത്രിക്കുന്ന ട്രംപിന്റെ കടും കൈ വരെയും. ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയ്ക്ക് ആദ്യത്തെ ഉത്തരവാദികൾ ഹമാസ് പിന്തുണക്കാരാണ്. ഗാസയിലെ പാലസ്തീനികളുടെ പേര് പറഞ്ഞ് സ്വിറ്റ്സർലൻഡിലും മതതീവ്രവാദ ഹമാസ് അനുകൂലികൾ പോലീസിനെ ആക്രമിക്കുന്നു, നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുന്നു. പാലസ്തീനികളോടും അതിൻ്റെ പേരിൽ ഹമാസിനോടുമുള്ള അവരുടെ ഐക്യപ്പെടൽ മതത്തിൻ്റെ മാത്രം പേരിൽ, വംശമോ നിറമോ ദേശീയതയോ അല്ല, മതാന്ധതയാണ് അവർ ഇളക്കി വിടുന്ന കാര്യം. അതല്ലാതെ ഒരു ന്യായം പറയുന്നെങ്കിൽ കാപട്യം. അടിച്ചമർത്തപ്പെടുകയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പീഡനങ്ങൾ സഹിക്കുകയും പൊരുതുകയും വിദ്വേഷക്കുരുതിക്ക് ഇരയാകുകയും ചെയ്യുന്ന നിരവധി സമൂഹങ്ങൾ ലോകത്തുണ്ട്. പാശ്ചാത്യരുടെ മുമ്പിൽ വേഷം കെട്ടുന്ന ഭീകരാനുകൂലികൾക്ക് അവരോടൊന്നും യാതൊരു ആഭിമുഖ്യവുമില്ല. പാലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ പോരാളികൾ മാത്രമാണ് ഹമാസ് എന്ന് ഇനിയും വാദിക്കുന്നവർ ആ അസംബന്ധം തിരുത്തണം. അവരുടെ ലക്ഷ്യം പാലസ്തീനുകൾക്ക് രാജ്യം വേണമെന്നതല്ല, യഹൂദർക്ക് രാജ്യവും സ്വാതന്ത്ര്യവും ഉണ്ടാകരുത്, ഉണ്ടായ രാജ്യം നശിപ്പിക്കണം എന്ന വിദ്യുഷ്ട അജണ്ട മാത്രമാണ് ഹമാസ് ഭീകരുടേത് എന്നറിയാത്ത ഒരു വിവേകിയും ഇന്ന് ഭൂഗോളത്തിലില്ല. പോരാട്ടത്തിന്റെ പേരിൽ കിട്ടുന്ന പണമൊക്കെ കൈക്കലാക്കി അരാജക രാജ്യസ്വരൂപം സൃഷ്ടിച്ച് എക്കാലവും എല്ലാവരെയും വിറപ്പിച്ച് താന്തോന്നി സാമ്രാട്ടുകളായി കഴിഞ്ഞുകൂടാമെന്ന ഉന്നവും. പാലസ്തീനുകൾക്ക് രാജ്യവും തനത് ഭരണവും കിട്ടാതെ പോയതിനും അവരുടെ ദുരിതങ്ങൾക്കും കാരണക്കാർ സ്വന്തം അരാജക രാജ്യം നിലനിർത്താൻ കരുനീക്കുന്ന ഹമാസ് ആണെന്ന കാര്യവും അറിയാത്തവരില്ല. പാലസ്തീനിയൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അടുത്ത നാളിൽ അതുതന്നെ ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഹമാസിനെ ആരിനി പഠിപ്പിക്കും? പുതിയ തലവൻ മുഹമ്മദ് സിൻവാറിനെ വരെ ഇസ്രായേൽ ഇല്ലാതാക്കി. എന്നിട്ടും സ്വാതന്ത്ര്യ പോരാളികൾ ചമഞ്ഞ് വിലപേശൽ തുടരുന്ന ഹമാസ് നുണകൾ കൊണ്ട് ഇസ്രായേലിനെ ഏറെ നാൾ ആക്രമിച്ചു. ഗാസയിലെ മരണങ്ങൾ ഇസ്രായേലിന്റെ വംശഹത്യ എന്ന് പ്രചരിപ്പിച്ച പൈശാചിക കൗശലം ഇപ്പോൾ മറ്റൊരു വിധത്തിൽ തിരിച്ചുവിട്ടിരിക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഭക്ഷണ വിതരണം മുടക്കാൻ പുത്തൻ കള്ളം. ഇസ്രായേലിന്റെ ചാരവേല ഉള്ളത് കൊണ്ട് ഗാസാവാസികൾ ആ ഭക്ഷണം സ്വീകരിക്കരുതെന്ന്. ലബനിലും സിറിയയിലും പേജറുകൾ പൊട്ടിത്തെറിച്ചതുപോലെ ഇസ്രായേൽ തരുന്ന ഭക്ഷണം പൊട്ടിത്തെറിക്കുമെന്ന് ഹമാസ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാലസ്തീനികൾ ഉണ്ടാകും. ഒരേ സമയം 2 ലക്ഷ്യങ്ങൾ നേടാനുള്ള കുടിലതന്ത്രം. ഇസ്രായേൽ എത്തിക്കുന്ന ഭക്ഷണം മുടക്കി അതിൻ്റെ ദുരിതം ഗാസക്കാരിൽ ഇസ്രായേലിനോടുള്ള വിദ്വേഷമാക്കി തിരിച്ചുവിടുകയും അവരോട് പാലസ്തീനികൾക്ക് അനുഭാവം തോന്നാനുള്ള എല്ലാ സാധ്യതയും തകർക്കുകയും ചെയ്യുക. ഇസ്രായേലിനെ ദുഷ്ടലക്ഷ്യമെന്നും അതുനിമിത്തം ഗാസ പട്ടിണിയിലെന്നും വീണ്ടും ലോകത്തിന്റെ മുൻപിൽ പ്രചരിപ്പിക്കുക. നുണയുദ്ധം നിർത്താൻ കഴിയില്ലെന്നും നിർത്തിയാൽ പാലസ്തീനുകൾക്ക് മുമ്പിലോ ലോകത്തോ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നും വീണ്ടും തെളിയിക്കുകയാണോ ഹമാസ്? 600-ലേറെ ദിവസമായി ഹമാസിന്റെ തടവിലുള്ള 58 ബന്ദികൾ മാത്രമാണ് ഇസ്രായേലിന്റെ ദൗർബല്യവും അറ്റക്കൈ പ്രയോഗത്തിന് തടസ്സവും എന്നത് ഹമാസ് മറന്നു. അക്കാരണം കൊണ്ട് മാത്രമാണ് ഹമാസ് ഇപ്പോഴും ചാരമാകാതെ അവശേഷിക്കുന്നത്. എന്നിട്ടും ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി കഷ്ണങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലി പൗരന്മാരുടെ ജീവൻ വെച്ച് വിലപേശുകയാണ്. ഉറക്കപ്പിച്ചായി പോലും മതസ്വാതന്ത്ര്യം അടങ്ങുന്ന അമൂല്യ സ്വാതന്ത്ര്യത്തോട് മമത കാട്ടാത്തവരോട് പ്രിയമുള്ളവർ മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായും കുടിയേറ്റക്കാരായും തൊഴിലന്വേഷകരായും ഒക്കെ കടന്നു കയറിയിട്ടുണ്ട്. അവരാണ് ആ നാടുകളിൽ ഹമാസ് അനുകൂല അതിക്രമങ്ങൾ നടത്തുന്നതും
പോലീസിനെയും അധികൃതരെയും ആക്രമിച്ച് കലാപം പടർത്തുന്നതും ഹമാസിനു വേണ്ടി മാത്രമല്ല, സ്വന്തം മതത്തിന്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുവാനും അവർ ആക്രമം അവലംബിക്കുന്നു. ബ്രിട്ടനിൽ കുടിയേറിയ ഇസ്ലാമിക വലിഞ്ഞുകയറ്റക്കാർ അവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെതിരെ അക്രമം കാട്ടിയത് ആരും മറന്നിരിക്കില്ല. ഇപ്പോഴിതാ ജർമ്മൻകാരോട് ജർമ്മനി വിട്ടുപോകാൻ കൽപ്പിക്കുന്നു കുറെ ഇസ്ലാമികവാദികൾ. അഭയം കൊടുത്ത നാട്ടിൽ അതിക്രമത്തിനും ആധിപത്യത്തിനും മടിക്കാത്ത ഇസ്ലാമികർ. അതാണ് രാജ്യാന്തര ഇസ്ലാമികവാദ സമ്പ്രദായം. ഇവരിലെല്ലാം ചാർജ് നിറച്ച അതേ മതധാർഷ്ട്യവും മതവെറിയും പഹൽഗാമിലെ ഭീകരരിൽ കണ്ടു. കേരളത്തിലെ ഒരു മതപാർട്ടിയുടെ നേതാവിന്റെ പ്രസംഗത്തിൽ കുറെ നാൾ മുൻപ് മുഴങ്ങിക്കേട്ടതും അതേ കാര്യം. മതം മതം മതമാണ് പ്രശ്നം. രോഗം മതത്തിലെ എല്ലാവർക്കുമില്ല, പക്ഷേ മതവൈറസിന് മറ്റുള്ളവരെയും വഴിതെറ്റിക്കുവാനുള്ള ശക്തിയുണ്ട്. ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അമേരിക്ക തന്നെയും നേരിട്ട വിപത്ത് സ്വിറ്റ്സർലൻഡിനെയും പിടികൂടിയിരിക്കുന്നു. ഇത്തരം രോഗികൾക്ക് ഇന്ത്യയിൽ കുടിയേറ്റം അനുവദിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് രാജ്യം ധർമ്മശാലയല്ല എന്ന് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശിയുടെ പൗരത്വാവകാശം തള്ളിയ സുപ്രീം കോടതി അർത്ഥമാക്കിയത്. പക്ഷെ അങ്ങനെയൊന്ന് ഗ്രഹിക്കാൻ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഏറെ കാലം വേണ്ടി വന്നു. തോളിലിരുന്ന് ചെവി തിന്ന ചിലർ തലയും കൂടി കടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വരെ. ട്രംപ് അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് നിയന്ത്രണം വെച്ചതിൽ ഇന്ത്യക്കാർക്കുമുണ്ട് ആശങ്കയും ദുരിതവും. എങ്കിലും പഴിച്ചിട്ട് കാര്യമില്ല. അമേരിക്കൻ സമൂഹത്തിലെത്തി അവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ പലരെയും വോക്കിസവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭൂതവും പാലസ്തീൻ അനുഭാവവും ഹമാസിനെ പിന്തുണയ്ക്കാനുള്ള മനോരോഗവും പതിയെ ബാധിക്കും. പാലസ്തീൻ പ്രശ്നത്തിലെ കാര്യം അറിയാതെ, ഹമാസിന്റെ തനിനിറം അറിയാതെ ഇടത് ചായവും ലിബറൽ ചിന്തയും പൊക്കിക്കാട്ടി വോക്കിസ ഫാഷനും ഇസ്രയേലി വിരുദ്ധതയും അമേരിക്കൻ വിമർശനവും തലയിൽ ചുമക്കാൻ തുടങ്ങും. അങ്ങനെയൊരു ഇന്ത്യൻ ചെറുപ്പക്കാരി അമേരിക്ക വിട്ടോടിയത് ഇന്ത്യക്കാർ കണ്ടിട്ട് ഏറെ മാസങ്ങളായിട്ടില്ല. തങ്ങളുടെ നാട്ടിൽ കലാപമുണ്ടാക്കുന്ന അത്തരം രോഗികളെയും രോഗസാധ്യതക്കാരെയും പ്രവേശിപ്പിക്കില്ല എന്ന് പറയുവാനും ക്ഷുദ്ര മനസ്കരെ ഒഴിവാക്കുവാനും അമേരിക്കയ്ക്കും ട്രംപിനും അവകാശമില്ലെന്നുണ്ടോ? അത്തരക്കാരെ പരിശോധിച്ചറിയുന്നത് അമേരിക്കയുടെ സുരക്ഷാ കാര്യം. ട്രംപ് പരിധി വിട്ടോ എന്നത് വേറെ കാര്യം. അത് വരുത്തി വെച്ചതിൽ ചുരുക്കം ഇന്ത്യക്കാരടക്കം വകതിരിവ് കെട്ട കുടിയേറ്റക്കാർക്കാണ് മുഖ്യ പങ്ക്. ഇന്നാട്ടിൽ മതപ്രീണനത്തിന് വോക്കിസവും നിയോ വോക്കിസവും കൊണ്ട് വേഷം കെട്ടുന്നവർ ഓർമ്മിക്കുക, എല്ലാം എല്ലായിടത്തും എല്ലായ്പ്പോഴും ചെലവാകില്ല. സത്യം മറയ്ക്കാൻ നാട്യങ്ങൾക്ക് കഴിയില്ല. ഗാസയിലായാലും നൈജീരിയയിലായാലും യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെ ആയാലും ഇസ്ലാമികവാദവും ഇസ്ലാമിക ഫാസിസവും തലയിൽ ചുമക്കുന്നവർക്ക് മതസാഹോദര്യമല്ലാതെ സാർവത്രിക സാഹോദര്യമില്ല. അതവർക്ക് മനസ്സിലാകുകയുമില്ല. യഹൂദരോടുള്ള വിരോധത്തിൽ ഹമാസും അമേരിക്കയോടും പാശ്ചാത്യരോടുമുള്ള വിരോധത്താൽ ഇറാനും ഭീകരത കളിക്കുമ്പോൾ ഇവരുടെ പക്ഷം ചേർന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ തൊപ്പി തലയിലിരിക്കുമെന്ന് കുറെ ഇടത് ലിബറൽ ചിന്താക്കാരും ഇസ്ലാമിക സമൂഹത്തിന്റെ ആകെ പ്രീതി പോക്കറ്റിൽ കിടക്കുമെന്ന് പല കോൺഗ്രസുകാരും കരുതുന്നു. അത്തരം കളികളുമായി അമേരിക്കയിലേക്ക് ചെറുപ്പക്കാരെ പറഞ്ഞു വിടാൻ കഴിയില്ല എന്നും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രംപ് ജോർജ് വാഷിങ്ടണോ എബ്രാഹാം ലിങ്കണോ അല്ലാത്തത് കൊണ്ട് മഹാമനസ്കത പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. യഹൂദ വിരുദ്ധതയും കപട പാലസ്തീൻ പ്രണയവും കപട സാമ്രാജ്യത്വ വിമർശനവും രാഷ്ട്രീയ ശരിനാട്യവും കൊണ്ട് അമേരിക്കയിൽ ചെന്ന് ക്യാമന്മാരാകാൻ നോക്കുന്നത് തൽക്കാലം വ്യാമോഹമെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഖിലാഫത്ത് ഭൂതത്തിന്റെ ഭീകരത പിടിപെട്ടവരെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും നേരിടാനും നിലയ്ക്ക് നിർത്താനും ആരെങ്കിലും ഏതെങ്കിലും ട്രംപ് വേഷക്കാർ ഉണ്ടാകുന്നത് ലോക നിയമം. ട്രംപിസത്തെ വിമർശിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകാം. എങ്കിലും
മതഭീകരതയ്ക്കെതിരെയുള്ള കരുതലിനെ പഴിക്കുന്നതിൽ കഴമ്പില്ല. ലോകത്തെ കീഴടക്കുവാനും ഭരിക്കുവാനും ഇസ്ലാമിക ഭീകരതയ്ക്ക് കഴിയുമെന്ന ആരുടെയും വ്യാമോഹം നടക്കില്ല. ഏറെ ദ്രോഹിക്കാൻ കഴിഞ്ഞേക്കാം, കീഴടക്കാൻ കഴിയില്ല. അത് നടക്കില്ല. നടക്കാനല്ല ദൈവം ലോകത്തെ വീണ്ടെടുത്തത്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ തീരില്ല ഒരു മലയാളം യൂട്യൂബ് ചാനലിൽ കണ്ട പാക് ദൃശ്യം. പാകിസ്ഥാനിലെ ഒരു മദ്രസ വിദ്യാർത്ഥി ഉസ്താദിനോട് സംശയം ചോദിച്ചതിൻ്റെ ദൃശ്യം. അതിൻ്റെ വാസ്തവികത ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടതായി കാണുന്നില്ല. മദ്രസ കുമാരന്റെ സംശയം ഇതാണ്: പാകിസ്ഥാൻ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയാൽ ഇന്ത്യയിലെ സ്ത്രീകളെ എന്തു ചെയ്യണം? അടിമകളാക്കണോ അതോ 4 വീതം നിക്കാഹിന് ഉപയോഗിക്കണോ എന്ന്. ആ ചോദ്യത്തിന് മുന്നിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന ഹമാസ് വാദി അതിക്രമത്തിന്റെ അമ്പരപ്പ് ചെറുതായി പോകും. ഖിലാഫത്ത് മോഹത്തിന്റെ ഭൂതം തലയിൽ കയറിയാൽ ബാലകന്മാരും സ്ത്രീകളെ അടിമകളാക്കുന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുക? അതോ ഇത് പാകിസ്ഥാനിലെ മദ്രസ പഠനത്തിന്റെ ഫലമോ? യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താരതമ്യ നില എന്തെന്ന് ചിന്തിക്കാനുള്ള ലോക വിവര പോലും പാക് മദ്രസ പഠിതാവിന് ലഭിക്കുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ മതമാത്ര പഠനം ചെറുപ്പക്കാരെ വസ്തുതകൾക്ക് നിരക്കാത്ത സങ്കല്പങ്ങളിലും ഖലീഫ കഥകളിലും കുടുക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ നിസ്സാരമായി കീഴടക്കുമെന്ന് ആവേശത്താൽ വിശ്വസിച്ചുറപ്പിച്ചിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. അങ്ങനെ വന്നാൽ ചെയ്യേണ്ട ആദ്യ കാര്യം ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഇന്ത്യൻ സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും. ഇന്നത്തെ ലോകക്രമം എന്താണെന്ന് 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബോധം പോലും പാകിസ്ഥാനിലെ മദ്രസ വിദ്യാർത്ഥികൾക്കില്ല എന്നതിൽ നമ്മുടെ അനുമാനം അവസാനിക്കുന്നില്ല. പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിക്കുമെന്ന അവന്റെ ഭോഷത്വ ചിന്തയുടെ ബാക്കി എന്തായിരിക്കും? അങ്ങനെ ജയിച്ചാലുടൻ ഇന്ത്യയിലാകെ ഇസ്ലാമിക വാഴ്ചയും ഖലീഫ യുഗവും സുൽത്താൻ ഭരണവും നടപ്പാകും എന്ന ധാരണ. അതോടെ പുസ്തകങ്ങളിൽ പറയുന്ന 15 നൂറ്റാണ്ട് മുൻപത്തെ കഥ പോലെ ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കുവാനും സ്ത്രീകളെ അന്തഃപുരങ്ങളിലേക്കും പ്രമാണികളുടെ ഭവനങ്ങളിലേക്കും കൊണ്ടുപോകാനുമുള്ള അവസരമാണ് വരുന്നതെന്ന് അവന്റെ തലച്ചോറിൽ ആകെ നിറഞ്ഞിരിക്കുന്ന ഭാവന. ഈ ഭാവനയും സങ്കല്പവും അതിർത്തിക്കപ്പുറത്തെ മദ്രസ മക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? അതോ അതിർത്തിക്കിപ്പുറവും അത്തരം ഭാവന നിറഞ്ഞ തലച്ചോറുകൾ ഉണ്ടെന്ന് വരുമോ? ഖിലാഫത്ത് മോഹികളുടെ ബുദ്ധിയും ചിന്തയും എവിടെ തളച്ചിടപ്പെട്ടിരിക്കുന്നു എന്നതിന് ഇതിലേറെ നല്ല ഉദാഹരണം വേണ്ട. ഈ കാഴ്ചയും സ്വിറ്റ്സർലൻഡിലെ മത തീവ്രവാദ ഹമാസ് പിന്തുണക്കാരുടെ അതിക്രമവും ഇസ്രയേലിനെതിരായ ഹമാസ് ഭീകരതയും നൈജീരിയയിലെ ക്രൈസ്തവ കുരുതിയും ഒന്നും തമ്മിൽ ഏറെ അകലമില്ല. അകമേ ഒരേ മതാന്തതയുടെ ഭീകരത തിങ്ങിയവരുടെ അകൃത്യങ്ങൾ. ഉറക്കപ്പിച്ചായി പോലും മതസ്വാതന്ത്ര്യം അടങ്ങുന്ന അമൂല്യ സ്വാതന്ത്ര്യ സങ്കല്പത്തോട് മമത കാട്ടാത്തവർ, അവരെ മഹത്വവൽക്കരിക്കുന്ന ഇന്നാട്ടിലേതടക്കം പിന്തുണക്കാർക്ക് ഇസ്ലാമിക ഭീകരരും തീവ്രവാദികളും ക്രൈസ്തവരെയും മറ്റും കൂട്ടക്കൊല ചെയ്യുന്നതിൽ മനക്ലേശമേയില്ല. അതിനെതിരെ ആരവങ്ങളില്ല, ക്യാമ്പസ് പ്രതിഷേധങ്ങളില്ല, പത്രക്കുറിപ്പില്ല, ചാനൽ ബൈറ്റില്ല, അവതാരകരും ചർച്ചകരുമില്ല. വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ ഇക്കൂട്ടരുടെ എല്ലാം പ്രിയ ശിശുവിനെ നോവുന്നു എന്നതിലാണ് അവർക്ക് വേവലാതി. സിറിയയിൽ ക്രൈസ്തവരടക്കം ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടതിൽ ഇവിടെ ഒരു മാനവികതാവാദിയുടെയും ഹൃദയം വേദനിച്ചില്ല. ആഴ്ചകൾക്ക് മുൻപ് നൈജീരിയയിലെ എയാൻടോണയിൽ ഇതേ മതഭീകരത ക്രൈസ്തവരെ കുരുതി കഴിച്ച കാര്യം പോലും ഈ മഹാമനസ്കർ അറിഞ്ഞില്ല. മഹാമാധ്യമ പ്രവർത്തകർ അത് അറിയിച്ചുമില്ല. എയാൻടോണയിൽ 50ഓളം ക്രൈസ്തവരെയാണ് 150ഓളം വരുന്ന ഫുലാനി ജിഹാദികളുടെ സംഘം മിനിറ്റിനകം വെടിയുണ്ട വർഷിച്ച് ഇല്ലാതാക്കിയത്. ഖിലാഫത്ത് ലക്ഷ്യത്തോടെ ക്രൈസ്തവതയെ കീഴടക്കാനുള്ള വെറി മാത്രമായിരുന്നു കാരണം. ആഫ്രിക്കയിലെ സാഹിൽ മേഖലയിൽ
കാലിഫേറ്റ് സ്ഥാപിക്കാൻ 2009 ബോക്കോ ഹറാം സംഘം പ്രചാരണം തുടങ്ങിയ ശേഷം നൈജീരിയ ക്രൈസ്തവരുടെ കുരുതിക്കളമാണ്. കഴിഞ്ഞ 14 വർഷത്തിനിടെ കുറഞ്ഞത് 52,250 നൈജീരിയൻ ക്രൈസ്തവരെ ഇസ്ലാമിക തീവ്രവാദികൾ കൊല ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ജിഹാദി ഭീകരതയെക്കുറിച്ചും ക്രൈസ്തവ കൂട്ടക്കുരുതിയെക്കുറിച്ചും US കോൺഗ്രസിലും ബ്രിട്ടീഷ് പാർലമെന്റിലും സാക്ഷ്യപ്പെടുത്തിയ നൈജീരിയൻ മെത്രാൻ വിൽഫ്രഡ് അനാഗ്ബയുടെ സ്വന്തം ഗ്രാമത്തിലാണ് പ്രതികാര ലക്ഷണമുള്ള ഈ ജിഹാദി ഭീകരത. ഖിലാഫത്ത് ഭൂതം തലയിൽ കയറിയ എല്ലാ മത തീവ്രവാദി സംഘങ്ങളും ഇങ്ങനെ തന്നെ, പാകിസ്ഥാനിലും അങ്ങനെ തന്നെ എന്നതിനെ തുടക്കത്തിൽ പറഞ്ഞ പാക് ദൃശ്യം തെളിവ്. ഇതേ മതഭീകരതയുടെ ഹമാസ് മുഖമാണ് ഗാസയുടെ ദുരിതത്തിന് കാരണമെന്നതിൽ വോക്കിസ്റ്റ് നാട്ടുകാർക്കല്ലാതെ തർക്കമുണ്ടാകില്ല. ഗാസയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേലിനോട് ചോദിച്ചു വാങ്ങിയത്, ഇതിനു മുൻപ് അനുഭവിച്ചു കൊണ്ടിരുന്നത്, ഹമാസിനെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചതിനെ ഹമാസ് കൊടുത്ത സമ്മാനങ്ങളും. പാലസ്തീനിയൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അടുത്ത ദിവസവും അത് ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ച് പാലസ്തീൻ ജനതയാകെ നിസ്സഹായരായ സാധു ജനസമൂഹം എന്ന് കരുതേണ്ട. ഇവിടുത്തെ മതാധിപത്യ പക്ഷക്കാർ ആരുടെ സർവേ ഫലം സൗകര്യപൂർവ്വം വ്യാഖ്യാനിച്ചാണോ സദാ വീമ്പ് പറയുന്നത്, അതേ പ്യൂ റിസർച്ച് സെന്ററിന്റെ 2013 സർവേ പ്രകാരം പാലസ്തീനിലെ 89% പേരും ശരിയാ നിയമത്തെ അംഗീകരിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. അവർക്കാർക്കും ഇസ്രായേലിലോ മറ്റെവിടെയെങ്കിലുമോ ഉള്ളതുപോലെ ജനാധിപത്യം വേണമെന്ന താല്പര്യമേ ഇല്ല. ഇസ്ലാമോ ഫാസിസം എന്ന മത സർവാധിപത്യമാണ് അവർക്ക് പ്രിയം. അന്ത്യത്തിൽ അത് മറ്റു മതസ്ഥരുടെ മേലുള്ള അധിനിവേശത്തെയും ആധിപത്യത്തെയും ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയം. യുദ്ധം വേണ്ടെന്ന് ട്രംപ്, വേണമെന്നും നടത്തുമെന്നും നെതന്യാഹു. ഇത് ലോകം കാണുന്ന ലൈനപ്പ്. പരസ്പര വിരുദ്ധം. അമേരിക്കയെ കൂടാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമോ? ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുമോ? ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്ക വിട്ടുനിൽക്കുമോ? നെതന്യാഹുവിന്റെ നിശ്ചയദാർഢ്യത്തിനും ആത്മവിശ്വാസത്തിനും അടിസ്ഥാനം എന്താണ്? ഉദ്യോഗമുണ്ടാക്കുന്ന ചോദ്യങ്ങളാണിവ. തീരാത്ത സംശയങ്ങളും ഊഹങ്ങളുമാണ് മിച്ചം. ഇസ്രായേൽ ആണവ മിസൈലുകളോ മറ്റെന്തെങ്കിലും ആണവായുധങ്ങളോ ഇറാനെതിരെ പ്രയോഗിക്കുമെന്ന് കരുതാത്തവരാണ് ഏറെ. കാരണം ലോകം തന്നെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞേക്കാം. ചൈനയും റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. പ്രകോപനം ആണവയുദ്ധം വ്യാപിക്കാതിരിക്കാനുള്ള സംയമനത്തെ തകർക്കുമോ എന്നും. എന്തായാലും ഇറാന്റെ കാര്യത്തിൽ ഇസ്രായേലിന് 2 ലക്ഷ്യങ്ങളുണ്ട്. 1, ഇറാന്റെ ആണവശേഷി തകർക്കുക. 2, ഇറാനെ ആയത്തുള്ള ഭരണത്തിൽ നിന്ന്, സെമിറ്റിക് വിരുദ്ധ ഇസ്ലാമിക വാഴ്ചയിൽ നിന്ന് വിമോചിപ്പിക്കുക. രണ്ടും നെതന്യാഹു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണമാറ്റമാകട്ടെ ഇറാൻ ജനതയോട് നെതന്യാഹു പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യം. ഇറാനിൽ ഖമനേയി ഭരണവും ഇസ്രായേലി വിരുദ്ധതയും നിലനിൽക്കുന്നത് കൊണ്ടാണ് ആണവശേഷി തകർക്കുക എന്നത് മുഖ്യ ലക്ഷ്യമായത്. ഇസ്രായേലിനോട് ശത്രുതയില്ലാത്ത ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി സംഘങ്ങളെ സഹായിക്കാത്ത ഭരണം വരുമെങ്കിൽ ആണവശേഷി തകർക്കുകയെന്ന സാഹസികമായ നടപടി ഇസ്രായേലിന് ആവശ്യമില്ല. അങ്ങനെയൊരു ഭരണമാറ്റം ഹാഹീഹു ത്രയത്തെ നിർവീര്യമാക്കുന്നതിന് സമാനമാകും എന്നുള്ള നിലയ്ക്ക് അത് ഇസ്രായേലിന്റെ എപ്പോഴത്തെയും ലക്ഷ്യമാണ്, പരസ്യമായി പറഞ്ഞാലും ഇല്ലെങ്കിലും. പക്ഷേ ഭരണമാറ്റത്തിന് വേണ്ടുന്നത്ര ആന്തരിക രാഷ്ട്രീയ എൻട്രോപ്പി, രാഷ്ട്രീയ കലക്കം ഇനിയും ഇറാനിൽ രൂപപ്പെട്ടതായി വാർത്തകളില്ല. നിരീക്ഷകർക്ക് ആശയക്കുഴപ്പമില്ലാത്തത്ര വ്യക്തവും രൂക്ഷവുമായ ആശയക്കുഴപ്പം ഇറാനിലുണ്ടെന്ന റിപ്പോർട്ടില്ല. രാഷ്ട്രീയ വിസ്ഫോടനം സാധ്യമാകുന്ന
ത്രൈഷോൾഡിൽ ഇറാനിലെ ആഭ്യന്തര നില എത്തിയതിന്റെ ലക്ഷണവുമില്ല. ഹിജാബ് വിരുദ്ധ പ്രസ്ഥാനവും ഭരണവിരുദ്ധ പ്രക്ഷോഭവുമെല്ലാം തൽക്കാലം അമർത്തപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇറാനുള്ളിൽ ഇസ്രായേലിന്റെ രഹസ്യകരങ്ങൾ എത്രമാത്രം നീണ്ടു ചെന്നിട്ടുണ്ടെന്ന് നെതന്യാഹുവിനെ അറിയൂ. അതിന്റെ ഉറപ്പിലേ ഇസ്രായേൽ നീങ്ങുകയുള്ളൂ എന്ന് വേണം കരുതാൻ. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചെങ്കിൽ ആണവായുധമോ അതിനുള്ള പദ്ധതികളോ യഥാർത്ഥമെന്ന സ്ഥിരീകരണവും അവ എവിടെയെന്ന കൃത്യമായ അറിവും ഇസ്രായേലിനുണ്ട് എന്നാണ് അർത്ഥം. അഗാധ ഭൂഗർഭത്തിലായാലും അവ തകർക്കാൻ കഴിയുമെന്ന ഉറപ്പും ഉണ്ടായിരിക്കാം. ഒന്നുകിൽ ഇസ്രായേലിന് അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പുറമെ എന്തു പറഞ്ഞാലും ട്രംപ് പിന്തുണയ്ക്കുമെന്ന വിശ്വാസം. സങ്കല്പിക്കാവുന്ന വലിയ സാധ്യത ഇസ്രായേലിന് അതിനുള്ള കഴിവുണ്ട് എന്നതായിരിക്കും. ഇറാനിലേക്ക് നീണ്ടിട്ടുള്ള ഇസ്രായേലി ചാരഹസ്തങ്ങൾക്ക് ഹ്യൂമൻ ഇംപ്ലോഷൻ എന്ന പോലെ, അല്ലെങ്കിൽ പേജർ പൊട്ടിത്തെറി പോലെ, അതുമല്ലെങ്കിൽ ഉപകരണ തകർച്ചയാൽ അകത്തു നിന്നു തന്നെ ആണവ കേന്ദ്രങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ മൊസാദ് മനുഷ്യായുധ വലയം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം. ഈ ഊഹങ്ങളെക്കാളും ഫലമുള്ള സംശയമുണ്ട്. ഇറാനിൽ രാഷ്ട്രീയ മാറ്റം സാധ്യമാക്കാൻ ഉദ്ദേശിച്ചോ അത് ആസന്നമെന്ന് പ്രതീക്ഷിച്ചോ ആണോ നെതന്യാഹു സംഘർഷം കനപ്പിക്കുന്നത്? ട്രംപിന്റെ എതിർപ്പും വിയോജിപ്പും തന്ത്രപരമാണോ അതോ പാളിച്ചയോ? സത്യം മാധ്യമങ്ങളിൽ കാണുന്നതിന് അപ്പുറമാകാം. ഇറാനിലെ ജനതയ്ക്ക് സ്വന്തം ഹിതത്താൽ മതാധിപത്യം തകർത്ത് ജനാധിപത്യത്തിലേക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയമല്ല, ലോക രാഷ്ട്രീയം തന്നെ വൻ മാറ്റങ്ങൾ കാണും. അതിനു പകരം ഭരണകൂടത്തെ ജനങ്ങൾക്കുമേൽ പ്രതിഷ്ഠിച്ചു കൊടുത്താൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചവ ആവർത്തിക്കും. രാജ്യത്തെ പുനർനിർമ്മിക്കുവാനും വികസിപ്പിക്കുവാനും ജനങ്ങളെ പിന്തുണയ്ക്കാതെ തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമായ നരകവാഴ്ചയാകുമത്. പുതിയ ഭീകര സംഘങ്ങളുടെ ഉദയവും കൂട്ടക്കുരുതികളും കനത്ത ചോരച്ചൊരിച്ചിലുകളും പിന്നെ അവരെ അമർച്ച ചെയ്യാനുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകളുമായിരിക്കും ലോകം കാണേണ്ടി വരിക. സെമിറ്റിക് വിരുദ്ധത മാറ്റിവെക്കാതെ ഇറാനും ഇറാൻ ജനതയ്ക്കും മികച്ച ഭാവിയില്ല, അവിടുത്തെ ജനാധിപത്യ സാധ്യതകൾക്കും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.